ഇപ്പുറത്താരാണ്? പൂക്കോയത്തങ്ങളും സി എച്ചും. പക്ഷേ ജനം ആരെ കൂടെ നിന്നു? പൂക്കോയത്തങ്ങളെ കൂടെ നിന്നു. സി എച്ചും തന്നെ വളരെ ജീവിതകാലത്ത് പൂക്കോയത്തങ്ങളുമായിട്ട് പാണക്കാട്ട് വന്നു കഴിഞ്ഞാൽ സി എച്ചിന് വന്നു കഴിഞ്ഞാൽ തങ്ങൾ എണീറ്റിക്കും. സി എച്ച് കടന്നു വരും. തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് നേതാവ് വന്നാലും ആര് വന്നാലും ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പറഞ്ഞയച്ച് പെണ്ണുങ്ങളൊക്കെ പറഞ്ഞയച്ചിട്ട് സി എച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുള്ളൂ. സി എച്ച് അതുവരെ കാത്തിരിക്കും. ഈ ആളുകളാണ് ജനങ്ങൾ, സാധാരണക്കാരാണ് മൂപ്പർക്ക് വലിയ, അവരാണ് VIP. ഈ സാധാരണക്കാർ അവരെ പ്രശ്നങ്ങൾ തീർത്തിട്ട് പോകുള്ളൂ. മിക്ക മദ്രസകൾക്കും അടിക്കൽ ഇട്ടത്, തറക്കല്ലിട്ടത് പൂക്കോയത്തങ്ങളായിരിക്കും. പിന്നെ സമസ്തയുടെ പണ്ഡിതന്മാർക്കൊക്കെ തന്നെ, ഇപ്പോൾ അപ്പനങ്ങാടി വാപ്പുസ്തായാലും ശരി, കുടുംബ അബൂബക്കർ മുസ്ലിയാർ ആയാലും ശരി, സംസ്ലം അടക്കം ഉള്ള ആളുകളൊക്കെ പാണക്കാട്ട് കോലയിൽ വെച്ചിട്ട് ഞാൻ കാണാൻ സാധിച്ചത്. അതിന് മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, മുസ്ലിം ലീഗിൽ ദൗർഭാഗ്യകരമായ പിളർപ്പിന് MLA ഭൂരിപക്ഷം അപ്പുറത്ത്, പാർട്ടി പത്രം ചന്ദ്രിക അപ്പുറത്ത്, എല്ലാം വിമതന്മാരുടെ കയ്യിലുള്ള സമയം. ഇപ്പുറത്ത് ആരാണുള്ളത്? സി എച്ചും പൂക്കോയത്തങ്ങളും മാത്രം. വേറെ പ്രമുഖരായ നേതാക്കൾ, യൂത്ത് ലീഗ് കമ്മിറ്റി മൊത്തമായിട്ട് അപ്പുറത്ത്, KK മുഹമ്മദ് സാഹിബ്, PK മുഹമ്മദ് സാഹിബ്, KP കുഞ്ഞുമൂസ, മാനു സാഹിബ്, അവരൊക്കെ അപ്പുറത്താണ്. അവരെ യൂത്ത് ലീഗ് തന്നെ മൊത്തം അപ്പുറത്താണ്. എല്ലാവരും ഇപ്പുറത്ത് ആരാണ്? പൂക്കോയത്തങ്ങളും സി എച്ചും. പക്ഷേ ജനം ആരെ കൂടെ നിന്നു? പൂക്കോയത്തങ്ങളെ കൂടെ നിന്നൊന്നുമില്ല. ഏറ്റവും വലിയ രസം, അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിപാടികളായിരുന്നു, ഓടിപ്പായലായിരുന്നു. അങ്ങനെ പൂക്കോയത്തങ്ങൾ എല്ലായിടത്തും എത്തണം. സി എച്ച് അതേമാതിരി, സി എച്ചിന് എല്ലാവർക്കും കിട്ടണം. അത്രയും കാലഘട്ടം വലിയ സംഭവമല്ലേ. സി എച്ച് പിന്നെ സുഖമില്ലാതെ കിടക്കുകയാണ്. അന്ന് ഡോക്ടർ സഹീർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഡോക്ടർ ഉണ്ടായിരുന്നു മദ്രാസിൽ, ഡോക്ടർ സഹീർ. അദ്ദേഹം പിന്നെ ദേവികി ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. ദേവികി ഹോസ്പിറ്റൽ അവിടെയാണ് സി എച്ചിന് ഈ ന്യൂറോ ഇതിന് വേണ്ടിയിട്ട് അവിടെയാണ് കിടത്തിയിരുന്നത്. അവിടെ അദ്ദേഹം കിടക്കുമ്പോൾ ഞങ്ങൾ മലയാളി ആളുകൾ നിലയ്ക്ക് നമ്മൾ കാണാൻ പോകും. അപൂർവമായിട്ട് സി എച്ച് ഉണ്ടല്ലോ എന്ന് കേട്ടിട്ട് പോകില്ല. കാലഘട്ടം അങ്ങനെയല്ല. പക്ഷേ സി എച്ചിന് അവിടെ വലിയ ഇതായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കടത്തി വിടില്ല. കാരണം മുഖ്യമന്ത്രി വന്നതോടുകൂടി സി എച്ച് VIP എന്ന് മനസ്സിലായി, തമിഴന്മാർക്ക് മനസ്സിലായി. കാരണം മുഖ്യമന്ത്രി കരുണാനിധി സി എച്ചിനെ സന്ദർശിച്ചു പറയുമ്പോൾ അതോടുകൂടി ആളുകൾ കേരള സിംഗം എന്നാണ് പറയുന്നത് തമിഴന്മാർ. കേരള സിംഗം, കേരളത്തിൻ്റെ സിംഹം ആണ് ആര്? സി എച്ച്. ആ ഒരു പേരാണ് ആളുകൾ തമിഴന്മാരുടെ അടിയിലുള്ളത്. അങ്ങനെ ഒന്ന് നമ്മൾ പിന്നെ മലയാളികളെ ആൾക്കാർ നമ്മൾ വിടുന്നില്ല. സി എച്ചും തന്നെ വളരെ ജീവിതകാലത്ത് പൂക്കോയത്തങ്ങളുമായിട്ട് പാണക്കാട്ട് വന്നു കഴിഞ്ഞാൽ സി എച്ചിന് വന്നു കഴിഞ്ഞാൽ തങ്ങൾ എണീറ്റിക്കും. സി എച്ച് കടന്നു വരും. തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് നേതാവ് വന്നാലും ആര് വന്നാലും തങ്ങളൊന്ന് എണീറ്റൊന്ന് അവിടെ പോയിരിക്കുക. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും അവിടെ ചെറിയൊരു റൂമുണ്ട്, ചെറിയൊരു റൂം. അവിടെ ടെലിഫോണിലെ ചെറിയൊരു റൂം. ആ റൂമിൽ പോയി ഇരിക്കാൻ പറയുന്നത്. സി എച്ച് അവിടെ പോയിരിക്കും. ഒരു പുസ്തകം ഒപ്പം ഈ ആൾക്കാരൊക്കെ ഏകദേശമൊക്കെ പറഞ്ഞു വിട്ട് ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പറഞ്ഞയച്ച് പെണ്ണുങ്ങളൊക്കെ പറഞ്ഞയച്ചിൻ്റെ സി എച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുള്ളൂ. സി എച്ച് അതുവരെ കാത്തിരിക്കും. അന്നൊരു പ്രശ്നമില്ല. കാരണം പൂക്കോയത്തങ്ങളാണ്. അപ്പോൾ പൂക്കോയത്തങ്ങളെപ്പെട്ട സി എച്ച് വന്ന് കളിച്ചിട്ടാണ് ഓടി ചെല്ലുന്ന പരിപാടിയൊന്നുമില്ല. അത് അങ്ങനെ ഒരു മൂപ്പർക്ക് തിരക്കുണ്ടാകും, മൂപ്പർ പോയിക്കോട്ടെ എന്നില്ല. ഈ ആളുകളാണ് ജനങ്ങൾ, സാധാരണക്കാരാണ് മൂപ്പർക്ക് വലിയ, അവരാണ് VIPs. ഈ സാധാരണക്കാർ അവരെ പ്രശ്നങ്ങൾ തീർത്തിട്ട് പോവുള്ളൂ. അതൊക്കെ വലിയൊരു ക്വാളിറ്റി അല്ലേ, അപൂർവമായി കാണാവുന്ന സംഭവങ്ങളല്ലേ. അതുപോലെ തന്നെ പിന്നെ ഒരു ഇലക്ഷൻ നടക്കുകയാണ്, അസംബ്ലി ഇലക്ഷനാണ്. അപ്പോൾ താനൂരിൽ പിന്നെ കലാശക്കൊട്ടിന് പൂക്കോയത്തങ്ങൾ വേണമെന്ന് നിർബന്ധം പിടിച്ച് അന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഡോക്ടർ സി എം കുട്ടി സാഹിബാണ്. സി എം കുട്ടി സാഹിബിനെ പിന്നെ എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വന്ന് അടക്കാത്തൊരു അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ വലിയ പ്രസംഗം നടത്തി. ആളുകളൊക്കെ കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചു പോവാണ്, പാണക്കത്തേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ രാത്രി ഭക്ഷണം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളാളുകളെ ലീഗ് നേതാക്കളുടെ വീട്ടുകളിലാണ്. മൂപ്പർ പറഞ്ഞു, ഇല്ല എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഭക്ഷണം അസാറുട്ടി സാഹിബിൻ്റെ വീട്ടിലാണ്, നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്തായി, അദ്ദേഹം നേരെ ആരെ തോൽപ്പിക്കാനാണോ അദ്ദേഹം വന്നത് ആ ആളെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അവിടുത്തെ വേറെ കാര്യങ്ങളും, അവിടെ കുറേ ആൾക്കാർക്ക് കുറേ പെണ്ണുങ്ങൾ കൂടിയിട്ട് തങ്ങൾ വരുന്ന കേട്ടിട്ട് അവർക്കൊക്കെ നൂലൊക്കെ ഊതി കൊടുത്ത് മന്ത്രിച്ചൂതി കൊടുത്ത് എല്ലാം കഴിച്ചു കൊടുത്ത് മൂപ്പര് തിരിച്ചു പോയി. അതായിരുന്നു പൂക്കോയത്തങ്ങളുടെ രാഷ്ട്രീയ ബന്ധവും വ്യക്തിബന്ധവും തമ്മിലുള്ള വ്യത്യാസം. രാഷ്ട്രീയ ഒരു ഭാഗത്താണ്, അത് വേറൊരു കടമയാണ്. അതേസമയത്ത് വ്യക്തിബന്ധങ്ങൾക്ക് അത്രമാത്രം സ്ഥാനം നൽകിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ പാണക്കാട്ട് അവിടെ കോലായിൽ ഇരുന്നാൽ ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ഓർമ്മയിൽ. ഒരു മഞ്ചേരിയിലെ ഒരു മുതലാളിയുടെ പേരല്ല, വലിയൊരു മുതലാളി ഒരു ബസ് എടുത്തതാണ് അവിടെ.
അദ്ദേഹം പറഞ്ഞു പൂക്കോയ തങ്ങളടുത്ത് വന്ന് തങ്ങളൊന്ന് വന്നിട്ട് ആ ബസ്സിലൊന്ന് ഒന്ന് ഒന്ന് കയറണം ഒന്നിൻ്റെ ഇല്ലെങ്കിൽ എത്തുന്ന ചെയ്യണം. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇന്നത്തെ കൊടപ്പനക്കലിൻ്റെ അത്ര വീതിയില്ല, കവാടത്തിൻ്റെ വീതിയില്ല, ചെറിയതാണ്. അപ്പോൾ ബസ് കയറാനും വലിയ പ്രയാസമാണ്, എങ്ങനെ വച്ചെടുത്താനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞ് ഡ്രൈവറോടെ അയച്ച ഡ്രൈവർ വെച്ച് ഞാൻ ബസ്സിന് കൊണ്ടുവരാറുണ്ട്. അയാൾ പോയി സുഖമായിട്ട് സ്റ്റാർട്ട് ചെയ്തു, നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാർ എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു എന്നുള്ളത് ആശ്ചര്യമാണ്. മൂപ്പർക്ക് തിരിച്ചു ഹോസ്റ്റലായിട്ട് കൊണ്ടുവന്നു. തങ്ങൾ താഴത്തിറങ്ങി മരുന്ന് മന്ത്രിച്ചു കൊടുത്തു, ചാവി ഊതി കൊടുത്തു, കൈ കൊടുത്തു. ഇതെല്ലാം നമ്മൾ നേരിട്ട് അനുഭവിച്ച ഓരോരോ കഥകളാണ്, അനുഭവ കഥകളാണ്. ഇതൊന്നും ഒരാൾ പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ആളുകൾ പല കേസുകളും പറയാൻ വരും. ഞാൻ കേട്ടിട്ടുണ്ട് പല കേസും. അപ്പുറത്ത് മുസ്ലിങ്ങളായിരിക്കും, ഇപ്പുറത്ത് ഹിന്ദുക്കളായിരിക്കും. അപ്പോൾ അവിടെ മൂപ്പരെല്ലാം സശ്രദ്ധം കേട്ടിട്ട് ന്യായം ഏത് ഭാഗത്താണ് അവിടെ നിൽക്കും. അവിടെ അന്യസമുദായക്കാരനാണ് എന്ന് വെച്ചിട്ട് അവനോട് പ്രത്യേക വിരോധമൊന്നും കാണിക്കില്ല. ന്യായത്തിൻ്റെ കൂടെ നിൽക്കും, ആ ന്യായം പറയും, അവർ അത് മറ്റോ കേട്ട് പോകും. അത് വൈവാഹിക ബന്ധങ്ങളും അങ്ങനെ തന്നെ ഒരുപാട് തീരെ ഒരിക്കലും യോജിക്കില്ല, പാണക്കാട്ടിച്ചിട്ട് തീരുള്ളൂ എന്നൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ അവിടുന്ന് തങ്ങൾ അവരെ വിളിച്ചൊക്കെ രണ്ട് വീട്ടുകാരും വാശിയിലായിരിക്കും. എൻ്റെ മോളെ പറഞ്ഞേക്കില്ല, എൻ്റെ മരുവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരലെന്നൊക്കെ പറഞ്ഞ ആളുകൾ തങ്ങളുമായിട്ടുള്ള സംസാരത്തിൽ തങ്ങളെ രണ്ടുപേരും വിളിച്ച് പുതിയ ഭർത്താവിനെയും ഭാര്യയെയും വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അത് തങ്ങൾ ഉടനെ അൽഫാത്തിഹ ഓതി ഒരു ചെറിയ ദ്വാ നടത്തി അവർ സന്തോഷമായിട്ട് തിരിച്ചു പോകുന്ന കാഴ്ച ഒരുപാട് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ പൂക്കത്തങ്ങൾ നമ്മൾ പ്രത്യേക ഇതിൽ പണക്കടത്തങ്ങന്മാരൊക്കെ കൂടെ ഒക്കെ ഒരു സ്വഭാവം തന്നെയാണത്. ഉള്ള തങ്ങന്മാരങ്ങനെ തന്നെ. അദ്ദേഹം വളരെ ഒരുപാട് കേൾക്കുകയും കുറച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. മാത്രമല്ല നമ്മൾ എത്ര എന്താ പറയുക വികാരം കൊണ്ട് നമ്മൾ വളരെ ഇതായിട്ട് ഇമോഷണലായിട്ട് നമ്മൾ പറഞ്ഞാലും അതൊക്കെ വളരെ ശാന്തമായി കേട്ട് ശാന്തമായ ഏതാനും മറുപടിയിൽ മാത്രം അത് ഒതുക്കി കളയാമെന്നുള്ളതായിരുന്നു. അത് വലിയൊരു സംഭവമായിരുന്നു. കാരണം നമ്മൾ ചില വിഷയങ്ങൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ചെയ്തതായിരിക്കും. അതൊക്കെ നമ്മൾ എല്ലാവിധ വികാര വായ്പോടും കൂടിയാണ് തങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കൽ. പക്ഷെ തങ്ങളൊക്കെ കേട്ട് വളരെ ശാന്തനായി ചിരിച്ച് വളരെ ചെറിയ രണ്ട് മറുപടി കേൾക്കും. നമുക്ക് അതോടുകൂടി തൃപ്തിയായും ചെയ്തു, ആളുകൾക്ക് അതോടുകൂടി തൃപ്തിയായി ആളുകൾ തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കേരളക്കരയിലെ പിന്നെ ഞാൻ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, കേരളക്കരയിലെ മിക്ക മദ്രസകൾക്കും അടിക്കൽ ഇട്ടത് തറക്കല്ലിട്ടത് പൂക്കോയത്തങ്ങളായിരിക്കും. മിക്ക പള്ളികളും ഉദ്ഘാടനം ചെയ്ത പൂക്കോയത്തങ്ങളായിരിക്കും. ആ കാലഘട്ടത്തിൽ പൂക്കോയത്തങ്ങളുടെ കരസ്പർശമേൽക്കാത്ത ദീനീ സ്ഥാപനങ്ങൾ വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് ജാമിയ നൂരിയയുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമായിരുന്നു. ജാമിയയുടെ ഉയർച്ചയിലും അദ്ദേഹത്തിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ സമസ്തയുടെ പണ്ഡിതന്മാർക്കൊക്കെ തന്നെ ഇപ്പോൾ അപ്പനങ്ങാടി വാപ്പുസ്തായാലും ശരി, കൂട്ടുമല അബൂബക്കർ മുസ്ലിയാർ ആയാലും ശരി, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടായാലും ശരി, CH എദ്രോസ് മുസ്ലിയാരായാലും ശരി, അയിനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരായാലും ശരി, അവരൊക്കെ തന്നെ എപ്പോഴും പാണക്കാട് തങ്ങളുമായിട്ട് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതുപോലെ തന്നെ പിന്നെ സംസ്ലമടക്കം ഉള്ള ആളുകളൊക്കെ പാണക്കാട്ട് കോലയിൽ വെച്ചിട്ട് ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ പല കാര്യങ്ങൾക്കും അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് പോലും അവർ തങ്ങളെയായിരുന്നു അവർ പിന്നെ സമീപിച്ചിരുന്നത് എന്നുള്ളതാണ്. വലിയ വലിയ പണ്ഡിതന്മാരാണെങ്കിലും വലിയ ആളുകളായിരുന്നു, വലിയ മഹാന്മാരായിരുന്നു അവരൊക്കെ. സുന്നി സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സമസ്തയും ദീനീ ചലനങ്ങളും കേരളത്തിലെ ദീനീ ചലനങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും പൂർണ്ണമാവില്ല എന്നുള്ളത് സത്യമാണ്. എല്ലാ സ്ഥാപനങ്ങളും പല സ്ഥാപനങ്ങൾക്കും അദ്ദേഹം ആണ് നേതൃത്വം നൽകിയത് കൊണ്ടാണ് അതൊക്കെ ഇന്ന് ഈ കാണുന്ന ഈ പച്ചപ്പെല്ലാം കാണുന്നത് അതിൻ്റെ പിന്നിൽ അദ്ദേഹമാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും നമുക്ക്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പുതിയ തലമുറ ഇതൊന്നും കാണാത്തവരാണ്. എന്തായിരുന്നു കേരളം എന്നോ എങ്ങനെയായിരുന്നു നമ്മളെ ദീനിൻ്റെ പശ്ചാത്തലം ഇവിടുത്തെ എന്നൊന്നും അറിയാത്തതായിരുന്നു. പക്ഷേ നമ്മൾ മറ്റുള്ള ലോകത്തൊക്കെ ഇസ്ലാമുണ്ട്, മുസ്ലിങ്ങളുണ്ട്. പക്ഷേ ഒരു സംഘടിതമായ ഒരു ശക്തിയുടെ കീഴിൽ ചുറ്റപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം, ഒരു ശക്തിയുടെ ആ ശക്തി പറയുന്നതാണ് തീരുമാനം. അത് നമ്മൾ കേരളീയർക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. അത് മഖദൂമുകളായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ മമ്പുറം തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഉമർ ഖാദി ആയിരിക്കാം. ഈ വർത്തമാന കാലത്ത് ഇപ്പം നമുക്കുള്ള ഇത് പാണക്കാട് കുടുംബമാണ്. അത് ആ പൂക്കോയത്തങ്ങളുടെ അതേ
ആ ലെഗസി അതേ ആ പാരമ്പര്യം അതേമാതിരി ഇന്നും നമ്മളെ ആളുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ സയ്യിദുൽ ഉമ്മ സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് തങ്ങളും അതുപോലെ തന്നെ മുനവ്വർ തങ്ങളും റഷീദ് തങ്ങളും എല്ലാ തങ്ങന്മാരും ആ ഒരു വല്ലിപ്പാൻ്റെ ആ പൂക്കോയപ്പാപ്പാൻ്റെ ആ മാതൃക പിന്തുടരുകയാണ്. അപ്പോൾ നമുക്ക് കരണീയമായിട്ടുള്ളത് അവർക്ക് ശക്തി കൊടുക്കുക, അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുക, ദീനിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി എല്ലാത്തിൻ്റെയും കെട്ടുറപ്പിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉയർച്ചകൾക്ക് വേണ്ടി അവർക്ക് ശക്തി കൊടുക്കുക എന്നുള്ളതാണ് വർത്തമാനകാലത്ത് പുതിയ യുവതലമുറയോട് നമുക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ മദ്രാസിൽ ഈ ഖായിദമീത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് മുസ്ലിം ലീഗിന് ബീജാഭാവം നൽകിയത് 1948 പിന്നെ രാജാജി ഹാളിലെ നാളെ പിറവിയെടുക്കുന്നതൊക്കെ. പക്ഷേ ഖായിദമീലത്തിനെ കുറിച്ച് ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഇതൊക്കെ പഠിച്ചത്. എങ്ങനെയാണ് ഖായിദമീലത്തിൻ്റെ ആ ഇച്ഛാശക്തിയും ആ ഒരു ദീർഘദൃഷ്ടിയും ദീർഘവീക്ഷണവുമാണ് ഇന്നത്തെ ഈ ലീഗിന്. പക്ഷേ ആ ലീഗിന് വേണ്ടത്ര സംഘടനയെ ഉൾക്കൊള്ളാൻ മലബാറിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. അത് മറ്റുള്ള മുസ്ലിങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷേ തമിഴ്നാട്ടിൽ വേറെ എന്താ പ്രശ്നം, ആകെ 6% മുസ്ലിങ്ങൾ, ടോട്ടൽ പോപ്പുലേഷൻ്റെ 6% ഉള്ളൂ. അതിങ്ങനെ സ്കാറ്റേഡാണ്, പലയിടത്തും ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. മലപ്പുറം ജില്ലയെ പോലെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പോക്കറ്റ് എന്ന് പറയാനില്ല, ഏതാനും ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്നല്ലാതെ ഒക്കെ തിന്നിത്തര. അപ്പോൾ അവരെ ഒരു എന്താ പറയുക, അവരെ ഒരു കൊടിക്കയിൽ കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. എന്നാലും നന്നായിട്ടിപ്പോൾ മഹല്ല് ജമാഅത്തുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് അവിടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഖാദർ മജീദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെ ഒരു വാഴും ഖായിദമീലത്തെന്നാണ് ആളുകൾ പറയാറ്, ജീവിച്ചിരിക്കുന്ന ഖായിദമീലത്തെന്നാണ്. അദ്ദേഹത്തിൻ്റെ ലാളിത്യം, എളിമ വലിയൊരു സംഭവമാണ്. പിന്നെ അവിടെ ഫ്യൂച്ചറുണ്ട്. പിന്നെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഖായിദമീലത്ത് എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ മാത്രം നേതാവല്ല. ഖായിദമീലത്തിൽ DMK നേതാവാണ്, ADMK നേതാവാണ്, അവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും നേതാവാണ് ആര്? ഖായിദമീലത്ത്. അവരങ്ങനെ കാണുന്നത്. അവരെ തിരഞ്ഞെടുപ്പ് വാൾ പോസ്റ്റുകളിൽ പോലും ഖായിദമീലത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവും. അയാൾ ലീഗിൻ്റെ പ്രസിഡൻ്റ് അല്ലേ എന്നുള്ളവർക്ക്. അത് ഓൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആരാണ്? ഖായിദമീലത്താണ്. അവിടെ ഇന്നും അങ്ങനെയാണ്. അതുപോലെ തന്നെ പിന്നെ തങ്ങൾക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം, വലിയ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എതിർ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ എതിർ രാഷ്ട്രീയത്തിലുള്ള പല നേതാക്കളും പിന്നെ പൂക്കോയത്തങ്ങളെ കാണാൻ വരുന്നത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് അവരൊക്കെ അന്നത്തെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആണെങ്കിൽ തന്നെ അവരൊക്കെ തങ്ങളുമായിട്ട് വന്ന സൗഹൃദം പങ്കിടാനും പല ആവശ്യങ്ങളും. അതുപോലെ തന്നെയാണ് നമ്മുടെ സമുദായത്തിലെ മറ്റു സംഘടനാ നേതാക്കൾ. ഉദാഹരണമായിട്ട് സലഫി നേതാക്കളായ നമ്മുടെ PP അബ്ദുൽ ഗഫൂർ മൗലവി ആയാലും ശരി, KC അബൂബക്കർ മൗലവി ആയാലും ശരി, അതുപോലെ തന്നെ KP മുഹമ്മദ് മൗലവി ആയാലും ശരി, അങ്ങനെ പല ആളുകളെയും പല മുജാഹിദ് പണ്ഡിതന്മാരെയും നമുക്ക് പാണക്കാട്ട് വെച്ചിട്ട് പൂക്കോയത്തങ്ങളെ കാണാൻ വരുന്നത് എനിക്കനുഭവമുണ്ട്. അവർ കാണുന്നു, അവരൊക്കെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം അവരൊക്കെ സ്വീകരിച്ചിരുത്തി അവരുടെ സംസാരങ്ങളൊക്കെ കേട്ട് അവർക്ക് വേണ്ട മറുപടിയൊക്കെ പറഞ്ഞ് നന്നായിട്ട് പറഞ്ഞ് അവർക്ക് ചായയോ അല്ലെങ്കിൽ സ്നാക്സോ കൊടുത്തിട്ട് അവരെ പറഞ്ഞയക്കുന്ന അനുഭവം കൂടി എനിക്ക് അനുഭവമുണ്ട്. അത് പൂക്കോയത്തങ്ങൾ അന്ന് എല്ലാവിധ ആളുകളും അതുപോലെ തന്നെ ഒരുപാട് ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതാക്കളും അക്കാലത്തെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ തങ്ങളെ കാണാൻ വരികയും തങ്ങളുമായി സംസാരിക്കുകയും തങ്ങളുമായി ഇടപഴകുകയും തങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് പോയെന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്.